എന്റെ ഏതൊക്കെ പടം ഇറങ്ങി, ഏതൊക്കെ പടം നല്ലതായിരുന്നു, ഏതൊക്കെ പടം മോശമായിരുന്നു അറിയോ? ഇല്ല. 2 കേസ് അറിയാം അല്ലേ? മെയിനായിട്ട് അടിപൊളിയായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് അത് ഓടിക്കാൻ പറ്റിയില്ല നിങ്ങൾക്ക്? പക്ഷെ അതിനെക്കാട്ട് ഓടിയ വാർത്തകളൊക്കെ ഉണ്ട് ഇവിടെ. ചാടിയതും ഓടിയതൊക്കെ അല്ലേ? അതൊക്കെ എമ്മാരി ഇട്ടായിരുന്നു പറയാം നാഷണൽ ചാനലില്. ഈ വെള്ളയപ്പം ഒരു ആൽക്കഹോളിക് ഫുഡാണോ? അല്ല, ഇതിൽ കള്ളി ചേർത്തിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. ഇല്ല, ഞാൻ കണ്ടുപിടിച്ച വെള്ളയപ്പത്തിൽ കള്ളില്ല. അപ്പം ഇഷ്ടമാണ്. എല്ലാത്തരം അപ്പങ്ങളും തോന്നുന്നു, എല്ലാത്തരം അപ്പങ്ങളും എനിക്ക് ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഞാൻ പെട്ടെന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഇഷ്ടമല്ലാത്തൊരപ്പം എന്റെ മനസ്സിലേക്ക് വന്നില്ല. അപ്പം മാത്രമേ ഉള്ളൂ. അപ്പാപ്പന് അത്ര ഇഷ്ടമല്ല. അല്ല, 10-ാം തീയതി അല്ല പറഞ്ഞ 9-ാം തീയതി. ആരാ പറഞ്ഞ? നീയാണോ ഇതൊക്കെ അനൗൺസ് ചെയ്യണോ? ഉറപ്പാണോ റിലീസ് എന്നാണെന്ന്? അല്ല, ജനനായകനെ പേടിച്ച് നമ്മൾ റിലീസ് മാറ്റണോ, നമ്മളെ പേടിച്ച് ജനനായകൻ റിലീസ് മാറ്റണോ എന്നൊക്കെ ഇൻഡസ്ട്രിയിലുമായി ബന്ധപ്പെട്ട അതിന്റെ ബിസിനസ് ഡിസ്കസ് ചെയ്യണ തീരുമാനിക്കണേ. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയണ്ട. നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഒരു പടം ഇവിടെ ഇറക്കുന്നു, അവരവിടെ ഒരു പടം ഇറക്കുന്നു അല്ലേ? ഇതിലൊന്നും പേടിക്കാനുള്ള കാര്യങ്ങളോ? ജനനായകനാണെങ്കിലും ജനനായികയാണെങ്കിലും അപ്പം കഴിച്ച് വെള്ളപ്പം കഴിച്ച് വന്നാലല്ലേ? കഷ്ടപ്പെട്ട് നമ്മളൊരു പടം ചെയ്ത് അത് ഇറക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ ഇതിന് പേടിക്കണം. ഈ ഭൂമിയിൽ ഒന്ന് ജനിച്ചു, അതിലും വലിയ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഇപ്പൊ നിങ്ങളുടെ മുന്നിലിരിക്കില്ല, അതിലും വലിയ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഇതിനകത്ത് വേറൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ 9-ാം തീയതി ജനനായകൻ മാത്രമാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. അതിന്റെ ഒപ്പം മറ്റേ ശിവകാർത്തികന്റെ സിനിമയും പ്രഭാസിന്റെ സിനിമയും കഴിഞ്ഞ ആഴ്ച അനൗൺസ് ചെയ്തത്. നമുക്ക് ഒരു അവിടെ 600 സ്ക്രീനാണെങ്കിൽ നമുക്ക് മാന്യമായ ഒരു 100ഓളം സ്ക്രീൻ കിട്ടിയതായിരിക്കും. പക്ഷെ ഇപ്പൊ നമുക്ക് 45 സ്ക്രീനുള്ളൂ. നമ്മൾ ഹാപ്പിയാണ്, നമ്മളൊരു കുഞ്ഞു പടത്തെ. പിന്നെ നമ്മൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുമ്പോ ഏറ്റവും വലിയ ആളുടെ എതിരെ നിൽക്കുന്നത് എന്റെ സുഖം. നമ്മളാണ് ഒരു ചെറിയൊരു ആർട്ടിസ്റ്റ് വരും. നമ്മളെ നിൽക്കുമ്പോ ഇപ്പൊ വിജയിക്കുന്നതിന് നമ്മളോട് നിൽക്കണു. അവർക്കൊപ്പം നമ്മളും ഉണ്ട്. ആക്ച്വലി ഈ കൊല്ലാവസാനം സിനിമയിൽ 560 കോടി നഷ്ടം, അത്ര കോടി നഷ്ടം എന്നൊക്കെ പറയുന്നത് വളരെ അത് ഒരിക്കലും ശരിയായ ഒരു പ്രവണതയല്ല. ആക്ച്വലി ഇവിടെ വിജയിച്ച പടങ്ങളെക്കാൾ കൂടുതൽ പ്രേക്ഷകർ അധികം വന്ന് കാണാത്ത പടങ്ങളാണ് കൂടുതലും പല മാധ്യമങ്ങൾക്കും മെറ്റീരിയൽസ് ആയിട്ട് ഇപ്പോഴും പോകുന്നത് അല്ലേ? ഒരു സിനിമ കൂടുതൽ ആൾക്കാർ കണ്ടു, കൂടുതൽ കളക്ഷൻ കിട്ടി എന്നുള്ളത് മാത്രമല്ല ഒരു സിനിമയുടെ വിജയം. ഇപ്പൊ ഒരു മോശം സിനിമ ഇറങ്ങുമ്പോഴാണ് ഒരുപാട് നിരൂപകരുണ്ടാവുകയും അവർ ജീവിച്ചു പോകുന്നു അല്ലേ? ആണോ? എല്ലാ മീഡിയയും ഉപയോഗിക്കുന്നത് ഏത് മെറ്റീരിയലാണ്? സിനിമയുടെ മെറ്റീരിയൽ. ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഈ ഓൺലൈൻ മീഡിയ ആണെങ്കിലും വാർത്താമാധ്യമങ്ങളാണെങ്കിലും ഇനിയിപ്പം ന്യൂസ് ചാനലും ചോദിക്കും, ഇവരും ഏറ്റവും കൂടുതൽ ന്യൂസ് വിറ്റ് പോകുന്ന സിനിമാക്കാരായിട്ടല്ലേ? അപ്പൊ എല്ലാ രീതിയിലും ഈ സിനിമ ആള് കൂടുതൽ കാണുന്നു എന്നുള്ളതല്ല വിജയം. ഇപ്പൊ 10 ദോശ ഉണ്ടാക്കി അതിൽ 8 ദോശ പൊട്ടിപ്പോയി വെച്ചിട്ട് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയൊന്നും ഇല്ലല്ലോ. ഈ കുറ്റം പറയുന്ന ആളുകൾക്ക് കുറ്റം പറയാനായിട്ടെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടല്ലോ ഈ പടങ്ങൾ അല്ലേ? പിന്നെ നമ്മള് ഇത് മോശമാവാനും ആള് കയറാതിരിക്കാനും അല്ല ഉണ്ടാക്കുക പടങ്ങൾ ഉണ്ടാക്കുന്നത്. അത് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മുടെ സമൂഹത്തിലും പല പല ആളുകളും പല മേഖലകളിലും അതിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പക്കച്ചവടം തന്നെയാ. നിങ്ങൾ എത്ര പക്കച്ചവടക്കാരെ കണ്ടിട്ടുണ്ട്? എന്ന് പറഞ്ഞേ, ഒരു 10 പേര് പറഞ്ഞു. പേര് പറഞ്ഞ ബിരിയാണിക്ക് എന്തൊക്കെ അപ്പം വിൽക്കും? പിന്നെ കള്ളപ്പം. നിങ്ങൾക്ക് കള്ളപ്പമായിരിക്കും മിക്കവാറും തരുന്നത്. അതും തരും മിക്കവാറും. അതെങ്ങനെയാ കൊണ്ടുവരിക? ഏത് പാത്രത്തിലാണ്? പണ്ടെന്ന് പറഞ്ഞ എത്ര കാലം മുന്നേ? 90 ആണ് പണ്ട്. നിങ്ങൾക്ക് ഏത് വർഷം ജനിച്ചത്? അതിന് അത് 91 പറ. വെറുതെ ഇല്ലാത്ത കഥകളോട് പറയേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ ഏത് വർഷം ജനിച്ചതെന്ന് പറയാതെ എന്നിട്ട് ഞാൻ പറയാം നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ? 89 83 ജനിച്ചത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല.
റൊട്ടി റസ്ക് ഒക്കെ വെക്കുന്നുണ്ട് കൊട്ടയില് നോക്കിയിട്ട്. എവിടെ വരും? നിങ്ങളുടെ അടുത്ത് മാത്രം വരുന്നതായിരിക്കും. അത് കഴിഞ്ഞ് അമ്മ എന്നൊക്കെ മോനെ എന്ന് പറയായിരിക്കും. അതുമില്ല. എത്ര രൂപയായിരുന്നു ഒന്ന് അപ്പത്തിന്? 3 രൂപയാ. ഇന്ന് പൊറോട്ടയ്ക്ക് എന്താ വില എന്നറിയോ? ഞാൻ 96 പഠിക്കുമ്പോ +2 പഠിക്കും പൊറോട്ടയ്ക്ക് 1.25 രൂപ ഉള്ളൂ. പുള്ളിക്ക് മാത്രം അപ്പത്തിന് 3 രൂപ. എത്ര അപ്പം കിട്ടും? അച്ചപ്പാണ് 3 രൂപ. എത്ര സെറ്റ്? സെറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവില്ലേ? 3 സെറ്റ്. അങ്ങനത്തെ സെറ്റേ ഇല്ല. ഒന്നെങ്കിൽ 5 സെറ്റ് അല്ലെങ്കിൽ 6 സെറ്റ് എന്നൊക്കെ വരുന്നത്. 6 അച്ചപ്പാണ്. നിങ്ങളുടെ സെറ്റപ്പേ ശരിയല്ല. ശരി ചോദിച്ചാൽ ഞാൻ അപ്പ കച്ചവടക്കാരനായിരുന്നു. എന്റെ അപ്പം എന്നെ കച്ചവടം ചെയ്തു അല്ലേ? മക്കള് അപ്പന്മാരെ കച്ചവടം ചെയ്യുന്നു, അപ്പന്മാര് മക്കളെ കച്ചവടം ചെയ്യുന്നു അല്ലേ? ക്യാരക്ടറിലേക്ക് വരുമ്പോ ക്യാരക്ടർ എന്താ കൊറേ പ്രശ്നമുണ്ടല്ലോ അല്ലേ? ശരിക്കും ഏത് വർഷം തുടങ്ങിയ ഷൂട്ട്? അത് വർഷം പറ. 2001. കൊറോണ വന്നപ്പോഴാ? 2020. എത്ര വർഷം ഉണ്ടായിരുന്നു കൊറോണ? 3 വർഷമാ? 2 വർഷം? എനിക്കറിയില്ല. നമ്മളൊക്കെ 2 വർഷം മാക്സിമം ഉണ്ടായിട്ടുള്ളൂ കൊറോണ. ഉണ്ട്. ഇത് വെള്ളേപ്പം എന്ന സിനിമയിലുള്ള ഒരു കഥാപാത്രമാണോ? പ്രത്യേകത കാണിക്കുന്നുണ്ടോ? ഞാൻ ഉണ്ടാക്കുന്നതില്ല. വെള്ളയപ്പം ഉണ്ടാക്കി കഴിക്കുന്നത് കാണുന്നുണ്ട് പിള്ളേര്. ഞാനാണോ? അല്ലല്ലോ. ഞാൻ പാചകശ്രമിക്ക് പിടുത്തമുള്ള കാര്യമില്ല. പിന്നെ ഈ പടത്തിലും ഞാൻ പാചകക്കാരനല്ല, ഒരു രാഷ്ട്രീയക്കാരനായിട്ടാണ് ഞാൻ. ഇരിക്കുകയാണ് ഞങ്ങളെല്ലാവരും. അതിന്റെ ഇടയിലാണോ ചോദിച്ചത്? അതുകൊണ്ട് എങ്ങനെയുണ്ടായിരുന്നു? ബബ്ബയുടെ തിരക്കഥാകൃത്ത് ഒരാളെ ഇതില് ബബ്ബയുടെ തിരക്കഥാകൃത്തുകൾ അതിന്റെ 5ഉം 100ഉം നമ്മുടെ സിനിമയിൽ വെച്ചാണ് പ്രണയത്തിന്. അത് നിങ്ങൾ പറയരുത്. അത് അവരല്ലേ പറയുന്നത്. നമ്മളാണ് ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അവരതിനു മുന്നേ കണ്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ രാവിലെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ പ്രണയത്തിലാവുന്ന നമ്മുടെ ഇതിൽ വെച്ചിട്ടാണ്. ഒരുപാട് സമയം ഉണ്ടായിരുന്നുണ്ട്. അതിന്റെ പേരിൽ ഞങ്ങൾക്കൊക്കെ മട്ടൻ ബിരിയാണി കിട്ടിയിട്ടുണ്ട്. എനിക്ക് കിട്ടിയിട്ടില്ല. വിളിച്ചിരുന്നു. ഞാൻ എന്റെ കല്യാണത്തിന്റെ പരാജയത്തിന് ശേഷം കല്യാണം ഒന്നും അങ്ങനെ ആഘോഷിക്കാറില്ല. എന്താ സന്ധിക്ക് എന്താ പറയാ? നമ്മുടെ ഫിലിമിന്റെ ബാക്ക്ഗ്രൗണ്ട് ചെയ്തിരിക്കുന്ന പുള്ളി ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു ഇതാ പിടിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ന്യൂജൻ വൈബല്ല, അതിനൊരു ഐക്കോൺസ് ആണ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ആർട്ടി ചെയ്തിരിക്കുന്ന ജ്യോതിഷകരാണ്. അപ്പൊ പുത്തമ്പള്ളിയുടെ കുറച്ച് സെറ്റുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആർട്ടിസ്റ്റിന് ഡേറ്റ് വേണം, അല്ലെങ്കിൽ നല്ലൊരു ഫണ്ടിയുള്ള പ്രൊഡ്യൂസർ വേണം, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ക്രിയേറ്റീവായി ചെയ്ത് വേണം. ഇപ്പൊ ബേസിൽ നിങ്ങൾ പല സമയത്ത് ഒരു പ്രിയമ്പല കാതരയാണെന്ന് ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവസരങ്ങളുള്ള വളരെ ചുരുക്കം ഭാഗ്യവാന്മാർക്കാണ് സിനിമ ചെയ്യാനുള്ള ഭയങ്കര. ഞാൻ ഈ സിനിമയിൽ പിന്നെ 5 വർഷം വർക്ക് ചെയ്യുന്നതാണ്. ഇത് കൂടാണ്ട് ഒരു സിനിമ ഇടയ്ക്ക് നിർത്തിയിട്ട് ഒരു സിനിമ തുടങ്ങാൻ പോകുന്നുണ്ട്. അപ്പൊ ഈ പ്രൊഡ്യൂസർമാരുടെ കാര്യം ഇതാണ്. അവർക്ക് വേണ്ടി ഇപ്പൊ ഒരാളും നിർമ്മാതാക്കളുടെ ആയിട്ട് വരുന്നവരല്ല. അതൊരു ലോബിയാണ്. അത് അവർക്ക് ആരും വിളിക്ക് വേറെ കാണാൻ പറഞ്ഞു. ഇപ്പൊ ഈ സംഘടനകൾ, ഞാൻ സംഘടന കുറ്റം എല്ലാ സംഘടന നല്ലതാണ്. പക്ഷെ ഈ സംഘടനയുടെ ആ ഭാഗത്തുള്ള സംഘടനകൾ, തൊഴിലാളി സംഘടനയുടെ കാര്യമല്ല പറയുന്നത്. ബാക്കിയുള്ള സംഘടനകളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിയിരിക്കുകയാണ്. പുതിയ ആള് നിങ്ങൾ ആലോചിക്കാൻ പറയും. പുതിയൊരാള് എത്ര ദിവസം എത്ര ഒരു സംഘടനയിലേക്ക്. ഇപ്പൊ ഞാൻ 3 സംഘടന ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. അതിലെത്താൻ ഇത്ര കാലം ഒരാൾ വന്നിട്ട്. ഞാൻ ഓൺലൈൻ മീഡിയക്കാരനാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ പറയും സിനിമാക്കാരനാവാൻ വേണ്ടിയിട്ടാണ് ഇതിലെ നമ്മളെ പോലെ നമുക്ക് ക്യാമറ പിടിച്ചത് തന്നെയാണ്. അപ്പൊ അവിടെ നിന്ന് ചോദിക്കുമ്പോൾ ഒരു ദിവസം ഇവിടെ വന്നിരിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സംവിധായകനാവണം, അഭിനയിക്കാനാവുന്നിട്ടാണ്. ആരാണെങ്കിലും മീഡിയക്കാരനാവാൻ വേണ്ടി മാത്രമുള്ള ആരെങ്കിലും ഉണ്ടാ
എല്ലാവരും സിനിമ അതെ, തുറന്നുകൊണ്ടുവരുന്നവരാ. അപ്പൊ സിനിമയ്ക്ക് വേണ്ടിയാണ് ഞാനിപ്പോ എന്റെ സിനിമയില് ഇവിടെ എല്ലാവരും പറയുന്നത് ഒരു കുടുംബം പോലെ ഏതെങ്കിലും കുടുംബത്തിൽ വന്നിരുന്നിട്ട് കുടുംബത്തിലെ പ്രശ്നങ്ങൾ പറയുമോ? ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മളുള്ള ഒതുക്കി അത് തീർത്ത് മുന്നേറാനല്ലേ ആരും അറിയാതെ